മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ഒരു പ്ലാനറ്റേറിയമാണിത്. നമ്മുടെ കോഴിക്കോടുണ്ടല്ലോ പ്ലാനറ്റേറിയം, അതുപോലെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഈ പദ്ധതി നടന്നത്. പിന്നെ അതിനെക്കുറിച്ച് വാർത്തകളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ പെരുന്നാൾ ദിവസം ഈ കീരനെല്ലൂർ അണക്കെട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നാണ്. ഇതിന് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് ഏരിയ തോന്നും കേട്ടോ. സർക്കാർ വിചാരിച്ചിരുന്ന ഒന്നുമല്ല ഇപ്പോൾ ഇവിടെ മൊത്തം കണ്ടില്ല. നല്ലൊരു പദ്ധതി. ഇതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് പദ്ധതി ഒഴിവാക്കിയതാണോ? ഇതിൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് പരപ്പനങ്ങാടി ന്യൂക്കട്ട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ചെക്കന്മാരൊക്കെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാൻ. ഇവിടെ ഒരു കോണിപ്പടി ഉണ്ട്, കയറിയൊക്കെ കാണി. ഈ പദ്ധതി യഥാർത്ഥമാവുകയാണെങ്കിൽ വളരെ നല്ലൊരു സംഗതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ രണ്ടാമത്തെ സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. കോഴിക്കോട് പ്ലാനറ്റേറിയം നമുക്കറിയാം, നല്ല കോഴിക്കോടുള്ള ഒരു വലിയ അട്രാക്ഷനായ ഒരു ഏരിയ. അതുപോലെയാണ് ഇതെടുത്തത്. പക്ഷെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അബ്ദുൾ റബ്ബിൻ്റെ മണ്ഡലത്തിൽ തന്നെ പരപ്പനങ്ങാടിയിലെ പാലത്തിങ്ങലിലാണ് ഇത് എടുത്തത്. ഇവിടെയൊക്കെ ഓരോരുത്തരത്തെ കുത്തി വരഞ്ഞിട്ട് ഇവിടെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ വരുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ സന്ദർശിക്കാറുണ്ടാകും തോന്നുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ കിടക്കുന്നുള്ളത് അറിയില്ല. പേരൊക്കെ വെച്ചിരിക്കുന്നത് എന്താണ്? ഷഹിജി ജോഷിയ. അപ്പോൾ ഇതാണ്. അപ്പോൾ വരികയാണെങ്കിൽ ഈ ഒരു പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ നല്ലൊരു ഇതായിരുന്നു.